രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയെ മോഹനം ചെയ്യാൻ പോകുന്നുള്ള കാര്യം അറിയാമായിരുന്നോ? ഇല്ല. ഇവര് ദേവർ നോട്ട് ഈവൻ ഓൺ സ്പീക്കിംഗ് ടൈംസ്. 1991 തെരഞ്ഞെടുപ്പിന് രാജീവ് ഗാന്ധി ക്യാമ്പയിൻ നടത്തിയില്ലേ? 1990 അവര് 90 തൊട്ട് തന്നെ രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും തമ്മിൽ വർത്തമാനം പറയലും നിർത്തിയിരുന്നു. അവര് രാജീവ് ഗാന്ധിക്ക് ഒരു ആന്ധ്രാപ്രദേശിലെ രാജകുടുംബത്തിലെ ഒരു വനിതയായിട്ട് വളരെ പ്രേമായിരുന്നു, കാമായിരുന്നു. പലരുമായിട്ട് പ്രേമുണ്ട്, ആ കൂട്ടത്തിൽ ഈ വനിത ഉണ്ടായിരുന്നു. അപ്പൊ ഈ വനിതയെ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചിരുന്നതാണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഡൈവോഴ്സ് ചെയ്യണമല്ലോ. അപ്പത്തേക്ക് 91 ഡൈവോഴ്സ് ചെയ്യേണ്ട ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഭാര്യ റോഷന സ്വാമി, അവരാണ് രാജീവ് ഗാന്ധിയുടെ അപ്പോഴത്തെ ലീഗൽ കൺസൾട്ടന്റ്. അപ്പൊ അവരോട് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങളിപ്പോ വിവാഹം മോചനം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമേജ് വളരെ മോശമാവും. കാരണം ഇന്ത്യയിൽ ഇന്നും വനിതകളോടാണ് ജനങ്ങൾക്ക്, അത് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ബഹുമാനവും ആദരവും. അപ്പൊ നിങ്ങൾ അവരെ ഡൈവോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാര്യം അവരുടെ കുറ്റം തന്നെയാണ്, അത് ഇറ്റാലിയൻ മാഫിയൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. പക്ഷേ നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്ത് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിക്കില്ല. ദയവ് ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുക അവരുടെ അടുത്ത്, ഒന്നിന് നിനക്ക് എൻ്റെ ഭാര്യയായിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യാം, അതല്ല നിനക്ക് ഇറ്റാലിയൻ ഇതാണ് താല്പര്യമെങ്കിൽ ഇറ്റലിയിലേക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞു വിടുക. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവരെ നിങ്ങൾ ഒന്നും മിണ്ടണ്ട, ഇത് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണല്ലോ രാജീവ് ഗാന്ധിനെ ശ്രീലങ്കൻ തമിഴ് പുലികൾ വെടിവെച്ച് ബോംബിട്ട് കൊല്ലുന്നത്. They were not even on speaking terms. അവർ സംസാരിക്കാനും കൂടിയില്ല സോണിയാഗാന്ധി. ഈ പറയുന്നതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? എന്റെ സുനിൽ, ഞാൻ ഹിയർസയുടെ പുറത്ത് പറയാറില്ല. എന്റെ അടുത്ത് പറഞ്ഞത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. അല്ല, സുബ്രഹ്മണ്യ സ്വാമി ഇത് എവിടെയെങ്കിലും രേഖപ്പെടുത്തുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതിപ്പോ അദ്ദേഹം ജീവിച്ചപ്പോഴല്ലോ. ഞാൻ ഫോൺ നമ്പർ തരാം, സുനിൽ വിളിച്ച് ചോദിച്ചു. ഇതൊന്നും എന്താ എഴുതാനായിട്ട് അദ്ദേഹം എന്റെ അടുത്ത് എഴുതുന്നാണ് പറഞ്ഞിരുന്നത്. രാജീവ് ഗാന്ധി അസാസിനേഷൻ, അൺആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് അൺആൻസേർഡ് ക്വറീസ്, ചോദിക്കപ്പെടാത്ത ചോദ്യങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം എഴുതി. ഞാൻ ആ പുസ്തകം റിവ്യൂ ചെയ്തിരുന്നു പയനിയറിൽ വർക്ക് ചെയ്യുമ്പോൾ. അന്ന് ഞാൻ ചോദിച്ചു, ഇത് ഒരു എന്താ പറയുക സ്റ്റാൻഡ് സ്റ്റില്ലാണല്ലോ സാർ, ഇത് കണ്ടിന്യൂ ചെയ്യണില്ലേ, ഇത് ഫുള്ളായിട്ടില്ലല്ലോ, യു വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട് കംസ് ഔട്ട് എന്നുള്ളത്. രണ്ടാമത്തെ ഭാഗം വരുന്നത് വരെ നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അന്നാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ മുഴുവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോ ഇത് വിശ്വസിച്ചാലും ഞാൻ ഹിയർസയുടെ പുറത്ത് പറയൂല. ഇത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അത് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതായത് വിവാഹമോചനത്തിന്റെ അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. അവര് എപ്പോഴാണെങ്കിലും വിവാഹമോചനം നടത്താമായിരുന്നു 91 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ വിധി മറിച്ചാണ് ഉണ്ടായത്. രാജീവ് ഗാന്ധിനെ LTTE-കാരെ കൊണ്ട് കൊന്നു. അവിടെ അതല്ലേ ചോദ്യം വരണേ, എന്തിന് LTTE-കാർ രാജീവ് ഗാന്ധിനെ കൊന്നു? LTTE-ക്ക് അവരുടെ ഈളം ശരിയാക്കി കൊടുക്കാമെന്ന് രാജീവ് ഗാന്ധി ഉറപ്പ് നൽകിയതാണ് തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. ഒരു സദാശിവം കിട്ടു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സദാശിവം കൃഷ്ണകുമാർ, അയാളും പിന്നെ വേറെ ഒരു രുദ്രൻ എന്നൊക്കെ പറഞ്ഞ പത്മനാഭൻ എന്ന് പറഞ്ഞ രണ്ടുപേര് പ്രഭാകരന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് രാജീവ് ഗാന്ധിനെ കാണാൻ വന്നിട്ട് രാജീവ് ഗാന്ധി പറഞ്ഞത് എന്താണെന്നറിയാം അവരോട്, ആസ്ക് പ്രഭാകരൻ ടു ലൈ ലോ ഫോർ സം മോർ ടൈം, ഐ വിൽ ഗെറ്റ് ഇൻ ഹിസ് ഈളം. പ്രഭാകരനോട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കുറച്ച് നാളത്തേക്ക്, അവനവന്റെ ഈളം ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാ പറഞ്ഞു. അത് 1991 ഏപ്രിലിലോ അതോ മാർച്ചിലോ മറ്റാണ് ഈ സംഭവം നടന്നത്. അത് എന്തെങ്കിലും ആകട്ടെ, ഈ വിമാനം അങ്ങനെ സഞ്ജയ് ഗാന്ധിയും പിന്നെ ജിതേന്ദ്ര ബ്രഹ്മചാരിയും പിന്നെ എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ ഈ ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ തന്നെ ഒരുപാട് അലിഗേഷൻസ് വന്നു. കാരണം കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരും കൊല്ലപ്പെട്ടില്ല, അവരെല്ലാം സമയത്ത് രാജീവ് ഗാന്ധിയെ ഒറ്റയ്ക്കാക്കിയിട്ട് മാറിക്കളഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള കുറെ അലിഗേഷൻസ് ഉണ്ടായിരുന്നല്ലോ സാർ. ആ സമയത്ത് തമിഴ്നാട്ടിലുണ്ടോ?
ഞാൻ ആ സമയത്ത് തമിഴ്നാട്ടിൽ ഞാൻ തിരുവനന്തപുരം ദൂരദർശനിലെ ട്രിവാൻഡ്രം ദൂരദർശനിലായിരുന്നു. അല്ല അത് അങ്ങനെ ഒരു അലിഗേഷൻ ഇല്ലേ, ഈ നളിനിയൊക്കെ വന്ന് കോൺഗ്രസ്സുകാരൻ മരിച്ചില്ല. കാരണം രാജീവ് ഗാന്ധി മദ്രാസിൽ വന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഇറങ്ങിയിരുന്ന സമയം തൊട്ട് അദ്ദേഹത്തെ നേര് പോലെ ഫോളോ ചെയ്യേണ്ടിയിരുന്ന ആളാണ്. ഒന്ന് GK മൂപ്പനാർ, രണ്ട് പിന്നെ നമ്മുടെ ജയന്തി നടരാജൻ, 3 P ചിദംബരം, 4 നളിനി ചിദംബരം. ഇങ്ങനെയുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റും മാറുന്ന പ്രശ്നമില്ല. അവരെന്തുകൊണ്ട് അവരാരും ഉണ്ടായിരുന്നില്ല അവിടെ? ആരും ഉണ്ടായിരുന്നില്ല. ആ പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാര് 10-12 പേര് മരിച്ചു. കുറെ മറ്റേ തമിഴ് എന്താ പറയണ ഇവരും മരിച്ചു. എന്താ പറയണ തമിഴ് പുലികളോട് എന്താണ് പറയുന്നത് ബന്ധം പുലർത്തിയത്. ഈ മരതകം ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ടാണ്. അവര് ആർക്കോണം ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു അവർ മത്സരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അന്ന് രാത്രി വൈകിട്ടാണെങ്കിൽ കൂടി ഈ ശ്രീപെരുമ്പുദൂരിൽ എത്തിയത്. അപ്പൊ അദ്ദേഹം ഹൈദരാബാദിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ പറന്നു വരികയാണ് ചെയ്തത് ചെന്നൈയിലേക്ക്. ഈ വിമാനം ഉച്ചയ്ക്ക് തന്നെ ഹൈദരാബാദിൽ നിന്ന് പുറപ്പെടേണ്ടതായിരുന്നു. ആ വിമാനത്തിന്റെ ബാറ്ററി എനിക്കതിന് സാങ്കേതിക വേർഡ് അറിയില്ല, അത് കേടായി. അത് കഴിഞ്ഞ് പൈലറ്റുമാര് പറഞ്ഞു ഇന്നിപ്പോ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന തോന്നണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തിരിച്ച് ഹോട്ടലിലേക്ക് പോയി രാജീവ് ഗാന്ധി. അപ്പോഴത്തേക്ക് ആരോ കൊണ്ടുവന്നൊരു പഴയ ബാറ്ററി പഴയ സ്പെയർ പാർട്ട് കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ട് വിമാനം സ്റ്റാർട്ടാക്കിയിട്ട് പോവാന്ന് പറഞ്ഞു. ആർക്കോ ഒരു ആൾക്ക് അന്ന് രാജീവ് ഗാന്ധി 1991 മെയ് 21 ശ്രീപെരുമ്പുദൂരിൽ എത്തിയിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു അന്ന്. അവരാണ് ഈ പണി ചെയ്യുന്നത്. അതിനു മുമ്പ് അവർ ട്രയൽ റണ്ണൊക്കെ നടത്തിയ സംഗതി എല്ലാം ശരിയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദേവേന്ദ്ര ഹെഡ് അവര് വധിക്കാനായിട്ടുള്ള ശ്രദ്ധിച്ചു. അതല്ലാതെ LTTEക്ക് രാജീവ് ഗാന്ധിനെ വധിക്കേണ്ട ഒരു കാരണവും കാണാനില്ല. അത് മാത്രമല്ല ഈ ഒരു പ്രശ്നം പിന്നെ വേറൊന്നുണ്ട്. ഈ ശിവരശനില്ലേ, ഒറ്റക്കണ്ണൻ ശിവരശൻ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ ഒരു പെണ്ണുണ്ടായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. അവരുടെ ടീമിലെ നളിനി ജീവിച്ചല്ലോ. മറ്റേ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു, തനു ബോംബ് സ്ഫോടനത്തിൽ സ്വയം പൊട്ടിത്തെറിച്ചു. അത് കൂടാണ്ട് ഈ ഒറ്റക്കണ്ണൻ ശിവരശനും വേറെ 3 പേരും കൂടി അവിടുന്ന് ഒളിച്ചോടി ബാംഗ്ലൂരിൽ വന്നൊരു വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിനെ വളഞ്ഞ് അവരെ ജീവനോടെ പിടിക്കാനായിട്ടാണ് സ്പെഷ്യൽ കമാൻഡോസ്, നമ്മുടെ ക്യാപ്റ്റൻ മേജർ രവി ഇല്ലേ, സിനിമാ സംവിധായകൻ, ആർമിയുടെ മേജറായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഒരിക്കൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ വീട് വളഞ്ഞ് അവരെ ജീവനോടെ പിടിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പിലോടുകൂടി. പക്ഷെ ഇവരുടെ ഒരു പ്രശ്നമുള്ളത്, ഈ തമിഴ് പുലികള് സൈനൈഡ് ഗുളികയും കൊണ്ടാണല്ലോ അത് പിടിച്ച് കടിച്ചു പൊട്ടിക്കും. അപ്പൊ അത് അഥവാ അങ്ങനെ നടന്നാൽ കൂടി, കടിച്ചു പൊട്ടിച്ചാൽ കൂടി 30 സെക്കൻഡിനുള്ളിൽ ആന്റിഡോട്ട് കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ഈ കമാൻഡോസ് മേജർ രവിയുടെ കീഴിൽ, അദ്ദേഹം ക്യാപ്റ്റനായിരുന്നു, ക്യാപ്റ്റന്റെ കീഴിലും പോയത്. അവര് അതാ എന്താ പറയുന്ന മേജർ രവി അദ്ദേഹത്തിന് ഇന്റർവ്യൂ 2-3 വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ വീട് വളഞ്ഞ് അവർ ഇടിച്ചു കയറാൻ തയ്യാറായിട്ട് നിന്നപ്പോൾ അവർക്ക് ഏറ്റവും മുകളിൽ നിന്ന് ഓർഡർ കിട്ടി, യാതൊരു കാരണവശാലും നിങ്ങൾ ഒന്നും ചെയ്ത് അവിടെ നിൽക്കും, ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. എന്നിട്ട് എനിക്ക് പറ്റിയെന്നറിയാമോ, അവര് വെടിവെച്ച് കൊല്ലാൻ നിർബന്ധിതരാണ്. ഇവരെ അറ്റാക്ക് ചെയ്തപ്പോൾ അവര് വെടിവെച്ചു കൊന്നു. എന്നിട്ട് ആ ഡെഡ് ബോഡി എന്താ ചെയ്തെന്ന് പൊടി പോലും കിട്ടാത്ത രീതിയിൽ വെടിവെച്ച് കൊന്ന് അവരെ അവിടെ വെച്ച് തന്നെ കത്തിച്ച് നാശമാക്കി, കത്തിച്ച് പൊടിയാക്കി എല്ലുകളൊക്കെ. അപ്പൊ ആർക്കോ ഒരാൾക്ക് ഈ ശിവരശനെയും പിന്നെ മറ്റേ അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരെയും ജീവനോട് പിടിക്കരുത് എന്ന വാശിയിലായിരുന്നു. അതിനെ കുറിച്ചൊന്നും ഒരു അന്വേഷണം നടന്നിട്ടില്ല. എന്നിട്ട് നമ്മുടെ കുറെ ലിബറൽസും സോക്കോൾഡ് സെക്യുലറിസ്റ്റുകളും എല്ലാവരും കൂടി ഈ നളിനിയെയും മുരുകനെയും ഇവരെയൊക്കെ, പിന്നെ എന്താ ഒരുത്തനുണ്ടായിരുന്നു ഇപ്പോൾ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ ചെന്നൈ ഹൈക്കോടതിയിൽ, അയാളും ജീവപര്യന്ത ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യും. അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത്, ഇവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയൊക്കെ വിട്ടയക്കണം എന്നുള്ള നിലപാടെടുത്ത് സോണിയാഗാന്ധിയാണ്, സ്വന്തം ഭർത്താവിനെ കൊന്ന ആളുകളെ.
അതെ, ആദ്യം ഇവൾക്ക് ഇത് കൊടുത്തു, എന്താ പറയുക, നളിനിക്ക് ജീവപര്യന്തത്തിൽ വധശിക്ഷയിൽ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞാൽ ഓരോരുത്തർ 28 പേര് 29 പേരെയാണ് സഡാ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതും ഹൈക്കോടതി റാറ്റിഫൈ ചെയ്തതും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ അപേക്ഷയാണ് അവരുടെ ജാമ്യാപേക്ഷ, അവരുടെ എന്തായാലും പറയുന്ന ക്ലമൻസി പെറ്റീഷൻ പ്രസിഡന്റ് വരെ തള്ളിക്കളഞ്ഞു. എന്നിട്ടും അവരെല്ലാവരും വെറുതെ വിട്ടുന്നുള്ളതാണ്. അപ്പൊ അതൊരു യു സ്ക്രാച്ച് മൈ ബാക്ക് ആൻഡ് ഐ സ്ക്രാച്ച് യുവർ ബാക്ക് പോളിസിയുടെ ഭാഗമായി എനിവേ, രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം കൊണ്ട് പഴയ ചില കഥകളൊക്കെ നമുക്ക് ഓർമ്മിക്കാനും പൊടിതട്ടിയെടുക്കാനും കഴിഞ്ഞു. രാഹുൽ ഗാന്ധി തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് സുനിൽ. അയാൾ ആരെയാ കെട്ടിപ്പിടിച്ചത്? കഴിഞ്ഞ ദിവസം ആ കോൺഗ്രസ് സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു സന്ദീപ് ദീക്ഷിത്, മുൻ ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിന്റെ മകനാണ്. അവനാണെങ്കിൽ അലവലാദികളിൽ വെച്ച് ഏറ്റവും വലിയ അലവലാദിയാണ് സന്ദീപ് ദീക്ഷിത്. കാരണം ഇന്ത്യൻ കരസേനാ മേധാവിയായിരുന്ന, നമ്മുടെ മുൻ സംയുക്ത സൈനിക മേധാവിയായിരുന്ന ബിപിൻ റാവത്തിന് തെരുവ് ഗുണ്ടാന്നാണ് അവൻ വിളിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ ഒരു കരസേനാ മേധാവിനെ, അയാൾ എത്ര മോശമുള്ള ആളാണെങ്കിൽ കൂടി തെരുവ് ഗുണ്ടാന്നാണോ വിളിക്കണേ? അതറിയില്ലേ? അതായത് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ നിന്നും പാകിസ്ഥാനി പൗരന്മാരും കാശ്മീർ തീവ്രവാദികളും ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലുന്ന ഇദ്ദേഹം ഓർഡർ ഇട്ടു, നമ്മുടെ ബിപിൻ റാവത്ത്. അപ്പോഴാ പറഞ്ഞത് തെരുവ് ഗുണ്ടേനെ പോലെ സംസാരിക്കണം. സന്ദീപ് ദീക്ഷിത് പറഞ്ഞതാണ്. ഏതായാലും ഇതെല്ലാം ഓർമ്മിക്കാൻ ഒരു അവസരം കിട്ടി. ഇതിങ്ങനെ ഇവര് എന്താ സ്വന്തം തെറ്റുകൾ മൂടി വെക്കാനായിട്ട് ശ്രമിക്കും ഈ നെഹ്റു കുടുംബത്തിലെ. പക്ഷേ അവിടെ മൂടി വെക്കും, ഇന്ത്യൻ ജനത അറിയാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ അവിടുത്തെ ഇളമുറ തമ്പുരാൻ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയും ആളുകൾ പഴയ ചരിത്രമൊക്കെ വലിച്ച് പുറത്തിടുകയും ചെയ്യുന്നത്. ഏതായാലും വളരെ ഒരുപാട് പുതിയ വിവരങ്ങൾ കിട്ടി സാർ. വലിയ സന്തോഷം. താങ്ക് യു. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.